ചൈനീസ് നിർമ്മിത ആയുധങ്ങളുടെ വിശ്വാസ്യത വീണ്ടും ലോകത്തിന് മുന്നിൽ ചോദ്യചിഹ്നമാകുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമെന്ന് ചൈന കൊട്ടിഘോഷിക്കുന്ന HQ-9B വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒരു വർഷത്തിനിടെ 2 യുദ്ധമുഖങ്ങളിലാണ് ചൈനീസ് പ്രതിരോധ കവചം തകർന്നു വീണത്. കഴിഞ്ഞ വർഷം ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിന് മുന്നിൽ പാകിസ്ഥാൻ തകർന്നറിഞ്ഞ ഇതേ സംവിധാനമാണ് ഇപ്പോൾ ഇറാനിലും അമേരിക്കൻ ഇസ്രായേൽ മിസൈലുകൾക്ക് മുന്നിൽ നിഷ്പ്രഭമായിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് നടന്ന ആക്രമണത്തിൽ ഇറാന്റെ ആകാശം കാക്കുന്നതിൽ ചൈനീസ് സംവിധാനം പൂർണ്ണമായി പരാജയപ്പെട്ടതോടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ജീവൻ പോലും സംരക്ഷിക്കാൻ ഈ ചൈനീസ് കളിപ്പാട്ടത്തിന് കഴിഞ്ഞില്ലെന്ന വിമർശനമാണ് ആഗോള പ്രതിരോധ വിദഗ്ധർ ഉയർത്തുന്നത്. റഷ്യയുടെ S-300, അമേരിക്കയുടെ പാട്രിയറ്റ് എന്നിവയോട് കിടപിടിക്കുമെന്ന് അവകാശപ്പെട്ടാണ് ചൈന HQ-9B വിപണിയിൽ ഇറക്കിയത്. 260 കിലോമീറ്റർ പരിധിയുള്ള 100 ലക്ഷ്യങ്ങളെ ഒരേ സമയം നിരീക്ഷിക്കാൻ കഴിയുമെന്നായിരുന്നു ബീജിംഗിന്റെ അവകാശവാദം. എന്നാൽ 2025 മെയ്യിൽ കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഭാരതം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ വിന്യസിച്ച HQ-9B യൂണിറ്റുകളെ ഇന്ത്യൻ സൈന്യം നിഷ്പ്രയാസം തകർത്തിരുന്നു. അന്ന് കറാച്ചിയിലെ പാക് പ്രതിരോധ നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നത് ചൈനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനിലും ഈ സംവിധാനം പരാജയപ്പെടുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നതാൻസ്, ഫോർദോ എന്നിവയ്ക്ക് കാവലായി വിന്യസിച്ചിരുന്ന ചൈനീസ് പ്രതിരോധ നിരയെ തകർത്താണ് ഇസ്രായേൽ US ജെറ്റുകൾ ബോംബിട്ടത്. ഇറാന്റെ 31 പ്രവിശ്യകളിൽ 20 ഇടതു ബോംബുകളും വർഷിച്ചപ്പോൾ ചൈനീസ് റഡാറുകൾക്ക് അവ കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ല. ചൈനീസ് ആയുധങ്ങൾ ഉപയോഗിക്കുന്ന വെനസ്വേലയിലും പാകിസ്ഥാനിലും സമാനമായ പരാജയങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഗോള ആയുധ വിപണിയിൽ ചൈനയുടെ കപട അവകാശവാദങ്ങൾ പൊളിയുന്നതോടെ ഡ്രാഗൺ രാഷ്ട്രത്തിന് ഇത് വലിയ സാമ്പത്തിക തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. ചൈനീസ് ആയുധങ്ങളെ വിശ്വസിച്ച് സ്വന്തം സുരക്ഷ പണയപ്പെടുത്തിയ ഇറാനും പാകിസ്ഥാനും ഇപ്പോൾ ഒരുപോലെ പതറുകയാണ്. അതേസമയം ചൈനയും ഇറാനും തമ്മിലുള്ള പരമ്പരാഗത സൗഹൃദത്തെ ചൈന വിലമതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാന്റെ പരമാധികാരം, സുരക്ഷ, പ്രാദേശിക സമഗ്രത, ദേശീയ അന്തസ്സ് എന്നിവ സംരക്ഷിക്കുന്നതിലും നിയമാനുസൃതവുമായ അവകാശങ്ങളും താൽപര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിലും പിന്തുണയ്ക്കുന്നു. വാങ് റെക്സിയോട് പറഞ്ഞതായി മന്ത്രാലയം അറിയിച്ചു. ഇറാനുമായി ചൈന അടുത്ത ബന്ധം തുടരുകയും ലോകവേദിയിൽ ടെഹ്റാന്റെ ഒറ്റപ്പെടൽ അവസാനിപ്പിക്കാൻ മുൻകാലങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് മന്ത്രിമാർ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച നടത്തിയത്. പാശ്ചാത്യ നേതൃത്വത്തിലുള്ള സംവിധാനത്തെ വെല്ലുവിളിക്കാൻ ലക്ഷ്യമിടുന്ന മുൻനിര വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥകളെ പ്രതിനിധീകരിക്കുന്ന ഒരു കൂട്ടായ്മയായ ബ്രിക്സിലും ഷാങ്ഹായ് സഹകരണ സംഘടനയിലും ഇറാൻ അംഗത്വം നൽകുന്നതിലൂടെ ഇത് സാധ്യമാകുമെന്ന് ലണ്ടൻ ആസ്ഥാനമായുള്ള തിങ്ക് ടാങ്ക് ചാത്തം ഹൗസ് പറയുന്നുണ്ടായിരുന്നു. 2021-ൽ 25 വർഷത്തെ തന്ത്രപരമായ കരാറിൽ ഒപ്പുവെച്ച ബീജിംഗും ടെഹ്റാനും സമഗ്രമായ തന്ത്രപരമായ പങ്കാളികളാണെന്ന് ചാത്തം ഹൗസിലെ അസോസിയേറ്റ് ഫെലോ ആയ അഹമ്മദ് അബൌദു പറഞ്ഞിരുന്നു. ഉപരോധങ്ങൾ ശക്തമായി തുടരുമ്പോഴും ഇറാൻ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായി ചൈന തുടരുന്നുവെന്നും അബൌദു കൂട്ടിച്ചേർത്തു. 2025-ൽ ഇറാന്റെ കയറ്റുമതി ചെയ്ത എണ്ണയുടെ 80%-ലധികവും ചൈനയിലേക്കാണ് പോയത്. ഇത് ചൈന കടൽ വഴി ഇറക്കുമതി ചെയ്ത മൊത്തം എണ്ണയുടെ 13.5% വരുമെന്ന് അബൌദു അടുത്തിടെ നടത്തിയ ഒരു ബ്രീഫിംഗ് പേപ്പറിൽ എഴുതിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.